ഹായ് നമസ്കാരം. നമ്മളിന്ന് തയ്യാർ ചെയ്യുന്നത് വാഴക്ക ബജ്ജിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് വാഴക്ക ബജ്ജി നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ: കടലപ്പൊടി 200 ഗ്രാം, അരിപ്പൊടി 75 ഗ്രാം, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ജീരകം 1/2 ടീസ്പൂൺ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിന് ആവശ്യമായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 5 വാഴയ്ക്കാണ്. അത് ചെറുതായതുകൊണ്ടാണ് 5 എടുത്തിരിക്കുന്നത്. വലിയ വാഴയ്ക്കല്ല ആണെങ്കിൽ നമുക്കൊരു 3 വാഴയ്ക്കോളം മതി. അപ്പോൾ നമുക്ക് ഈ വാഴയ്ക്ക വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് നമ്മൾ 2 ഭാഗവും ആദ്യം നല്ലപോലെ കട്ട് ചെയ്ത് അതുപോലെ തൊലി കളയണം. തൊലി വളരെ ചെറുതായിട്ട് മാത്രമേ ഇതിൻ്റെ മുകളിൽ നിൽക്കാവുള്ളൂ. ഇതേപോലെ മുഴുവനായിട്ട് തൊലി കട്ട് ചെയ്യണം. ഈ തൊലിയുടെ കട്ടി നല്ലപോലെ കുറയ്ക്കണം നമ്മൾ. അതിനുശേഷം നമ്മൾ വളരെ ചെറുതായിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ കാണുന്നത് പോലെ ഏകദേശം ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം നമ്മുടെ വാഴയ്ക്ക ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇനി നമുക്ക് ഇതിൻ്റെ മാവ് എങ്ങനെ തയ്യാർ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ കടലപ്പൊടി, അരിപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പും എന്നിവയെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിൽ നമ്മൾ ജീരകം ചേർക്കുന്നുണ്ട്. ജീരകം ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ജീരകത്തിൻ്റെ രുചി താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ആദ്യം പൊടി, അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴയ്ക്കുക. ഒരുമിച്ച് വെള്ളം ഒഴിച്ച് കുഴക്കരുത്, കാരണം കുറച്ച് തിക്നെസ് ആവശ്യമുണ്ട് ഇതിന്. നമ്മൾ കുഴയ്ക്കുന്ന കുഴമ്പ് രൂപത്തിലായിരിക്കണം. നല്ലപോലെ നേർത്ത് പോയാൽ ഈ വാഴയ്ക്കയുടെ മുകളിൽ ഈ മാവ് പിടിക്കില്ല. ഇത് വെന്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല, ഭംഗി ഉണ്ടാവില്ല ഈ ബജ്ജി കാണുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കേണ്ടതാണ്. നമ്മൾ ഈ കാണുന്ന പരുവത്തിലായിരിക്കണം നമ്മുടെ മാവിൻ്റെ തിക്നെസ്. അപ്പം നമ്മുടെ മാവും റെഡിയായി. വാഴയ്ക്കയും നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിന് എണ്ണയിൽ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഓരോ വളരെ നേർമയായിട്ട് മുറിച്ച് വെച്ച വാഴയ്ക്ക എടുത്ത് മാവിൽ മുക്കി എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ്. നമ്മൾ വളരെ കട്ടി കുറച്ചാണ് വാഴയ്ക്ക മുറിച്ചിരിക്കുന്നത്. അതിനാൽ കുറേ സമയമൊന്നും നമ്മൾ എണ്ണയിലിട്ട് വേവിക്കേണ്ട ആവശ്യം വരില്ല. അതുപോലെ തന്നെ കറുത്തു പോകാതെ നോക്കണം. കൂടുതൽ ചൂടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കറുത്തു പോകും. അപ്പോൾ നമ്മുടെ വാഴയ്ക്ക ബജ്ജി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു വിഭവമാണ്.